നമ്മൾ ഇൻഫർമേഷൻ മോണിറ്ററിംഗ് പഠിച്ചു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ആണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ മോണിറ്റർ ചെയ്യണത് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ് നോക്കാൻ ഉള്ളതാണ് ഈ ഒരു ഏരിയ. ഡെഫിനിഷൻ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ? ഇസ് എ logistics information system is a specialized area in logistics that handle the location of work management, data management within the organization through system of records and reports. അതായത് ഒരു പേപ്പർ ബേസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡാറ്റ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് വർക്ക് മാനേജ്മെന്റിന്റെ ഒരു ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സംഭവത്തിനാണ് എന്ത് പറയാ, ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാ. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? കോർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഫ്ലോ ഓഫ് ഗുഡ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. സർവീസസ് ത്രൂ ഇൻഫർമേഷൻ സപ്പോർട്ട് ഇൻക്ലൂഡിംഗ് ദ കോർഡിനേഷൻ ഓഫ് ഡിമാൻഡ്, സപ്ലൈ, മൂവ്മെന്റ്, കൺട്രോൾ ദ മെറ്റീരിയൽസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത് പോകുക. ദെൻ മോഡേൺ ആയിട്ടുള്ള ഇമ്പാക്ട് എന്താണ്? IT എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സംഗതി എന്താ, മാനുവൽ വർക്കിനെ മെഷീനിക്ക് റോബോട്ടൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. B2B ബിസിനസ് ആക്കി, B2C എന്താണ്, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ വഴി ഇന്റർനെറ്റ് വഴി എന്താണ് അത് ഇനാബിൾ ചെയ്തു. എന്താണ് അത് റീപ്ലേസ്ഡ് ആയി. IT എന്നുള്ളൊരു സംഭവം മാനുവൽ വർക്കിനെ റീപ്ലേസ്ഡ് ആയി. റോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെ റോളുകളാണ്? ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണുള്ളത്? അനലൈസ് ചെയ്യുക, ഡിസ്പ്ലേ ഡാറ്റ ഫ്രം ദി ലോജിസ്റ്റിക്സ് ലെവൽ ടു അസിസ്റ്റ് ഇൻ മേക്കിംഗ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിസിഷൻസ്. ഡാറ്റ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിക്ക് എടുക്കാനുള്ള ഡിസിഷൻക്ക് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റോള്. ദെൻ ഓപ്പറേഷണൽ ഗോൾസ് എന്താണ്? ഫോക്കസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ കസ്റ്റമറിന്റെ സാറ്റിസ്ഫൈ ആണോ അല്ലേ എന്ന് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലാനിങ്ങിലും കൺട്രോൾ ഓഫ് ഓർഡർ ഫുൾഫിൽമെന്റിലൊക്കെ എന്താണ് അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ട്രാക്കിംഗ് ആൻഡ് കംപ്ലൈൻസ്. ട്രാക്ക് ഗുഡ്സ് ഡെലിവറി സ്റ്റാറ്റസ് ആൻഡ് ഹെൽപ്പ് ഓർഗനൈസിംഗ് കംപ്ലൈ വിത്ത് ഇന്റർനാഷണൽ റെഗുലേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ഷെയറിംഗ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ. സാധനം എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ റെഗുലേഷൻസ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഷെയറിംഗ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻസ് ഒക്കെ എൻഷുർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനാബിൾഡ് B2B ബിസിനസ് ആൻഡ് B2B കസ്റ്റമർ ട്രാൻസാക്ഷൻ ത്രൂ ഇന്റർനെറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സ്റ്റേക്ക് ഹോൾഡർ ബെനിഫിറ്റ്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുക? നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ആരാണ് ഇപ്പോൾ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരാണ് ഉണ്ടാകുക. മീൻസ് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ. മാനുഫാക്ചർ, ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് മാനുഫാക്ചർ അല്ലെങ്കിൽ ട്രേഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ടൈംലി ഡെലിവറി ഇൻ പ്രോപ്പർ കണ്ടീഷൻ. പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷനിൽ ആ ഒരു സാധനം ടൈമിങ്ങിനനുസരിച്ചിട്ട് ആ ഒരു സാധനം ഡെലിവർ ആവണുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട് ഒരു പോയിന്റ്. റിപ്പോർട്ട് ഡിലേസ് ഓർ എക്സിജൻസീസ് ടു കസ്റ്റമർ ഇമ്മീഡിയറ്റ്ലി. എന്താണ്? കസ്റ്റമർ ഇമ്മീഡിയറ്റ്ലി ഡിലേസ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റൻഷൻ കാര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാണ് അടുത്തൊരു സ്റ്റേക്ക് ഹോൾഡർ. ദെൻ കസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി. ദിസ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് മീൻസ് എന്തൊക്കെയാണ്? ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഏതിനൊക്കെ പറ്റിയിട്ട്, ഗുഡ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടുള്ളത്. ദെൻ ഇന്റേണൽ ഓർഗനൈസേഷണൽ ഇമ്പാക്ട്. എന്താണ് ഇന്റേണൽ ഓർഗനൈസേഷണൽ ഇമ്പാക്ട്? ഫോസ്റ്റേഴ്സ് ബെറ്റർ ടാക്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ടാക്ടിക്കലായിട്ടും സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്താണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഫോസ്റ്റർ ചെയ്യാൻ പറ്റും, മാനേജബിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് കസ്റ്റമർ വിത്ത് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആൻഡ് ഡെലിവറി ഷെഡ്യൂൾസ്. കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എപ്പോഴാണ് ഡെലിവറി ചെയ്യാന്നുള്ള ഒരു ഷെഡ്യൂൾ കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. then എന്താണ്? റെഡ്യൂസ് ഇൻവെന്ററി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ് ടു ബെറ്റർ പ്ലാനിങ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതിയൊക്കെ കൊണ്ട് വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സാധനങ്ങൾ കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ മാൻ പവർ കുറക്കാനും പറ്റും. ഫെസിലിറ്റേറ്റ് വിർച്വൽ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡിസിഷൻ ബേസ്ഡ് ആണ് സിംഗിൾ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ട് സെൻട്രൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ എന്താണ് നമുക്ക് സഹായിക്കും. അതായത് വിർച്വൽ ആയിട്ട് എന്താണ് നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ പറഞ്ഞു, അപ്പൊ അതിനനുസരിച്ച് വിർച്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ഡാറ്റ ഫ്ലോ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. പുറമേയുള്ള സോഴ്സസ് എന്താണ് ഡാറ്റ ഫ്ലോ ഇൻക്ലൂഡ് ആവാൻ പറ്റും. ഇന്റേണൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സ്റ്റോറേജ് നമുക്ക് ഇതിലൊരു ആക്ടിവിറ്റിയാണ്. ട്രാൻസ്മിറ്റിംഗ് റിപ്പോർട്ട് ടു ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ഓരോ ആക്ടിവിറ്റീസിന് ശേഷം നമുക്ക് എന്താണ് ഒരുപാട് റിപ്പോർട്ടുകൾ ഡിസിഷൻ മേക്കേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അത് അനുസരിച്ചിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് പിന്നീട് എടുക്കാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റിംഗ് ഡിസിഷൻ ടു കസ്റ്റമേഴ്സ് ഫോർ ഫീഡ്ബാക്ക്. അപ്പോൾ ഓരോരുത്തരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, എന്ത് കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും അക്കോർഡിംഗ് ടു ദിസ്.
പിന്നെ എന്താണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണ് റിക്വയർമെന്റ്സ് ആൻഡ് കമ്പണൻസ്, ഏതൊക്കെ ഓപ്പറേഷണൽ ലെവൽ ഉണ്ട്, മാനേജ്മെന്റ് ലെവൽ ഉണ്ട്, സ്ട്രാറ്റജിക് ലെവൽ ഉണ്ട്. അപ്പോൾ റിക്വയർമെന്റ്സ് ഓർഗനൈസേഷൻ ഡിസിഷൻസ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, സിസ്റ്റം റിക്വയർമെന്റ്സ് ഉണ്ട്, കൺട്രോൾ റിക്വയർമെന്റ്സ് ഉണ്ട്, സിസ്റ്റം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡാറ്റ ഉണ്ട്. അപ്പോൾ സിസ്റ്റം റിക്വയർമെന്റ് എന്താന്ന് നോക്കാം. ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ സോഴ്സസ്, വോളിയം, ക്വാണ്ടിറ്റി, ഡിസൈനിങ് സ്യൂട്ടബിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. ഈ ഒരു സിസ്റ്റം റിക്വയർമെന്റിൽ ഇൻഫർമേഷന്റെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, വോളിയം ഐഡന്റിഫൈ ചെയ്യുക, ക്വാളിറ്റി, പിന്നെ അതേപോലെ തന്നെ ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലാണ് സ്യൂട്ട് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണ്, എയ്ഡിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വൈൽ മിനിമൈസിങ് ഡിലേസ് ആൻഡ് എറേഴ്സ്, തെറ്റുകൾ ഒഴിവാക്കുക മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഡിലേകൾ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഡിലേ സംഭവിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിനെ അത് കൺട്രോള് ചെയ്യും. എന്ത് എയ്ഡിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു കാര്യത്തിനെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കുറക്കാൻ, ഡിലേസ് എറേഴ്സ് ഒക്കെ കുറക്കാൻ സഹായിക്കുക. എന്താണ് സിസ്റ്റം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡാറ്റ, സാറ്റിസ്ഫൈങ് കസ്റ്റമർ ഡിമാൻഡ് ത്രൂ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് ആക്ഷൻ റിപ്പോർട്ട്. എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻ റിപ്പോർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഈ കമ്പണൻസ് ഏതൊക്കെയാണ് ഇതിൽ, ലോജിസ്റ്റിക് ഇൻഫർമേഷൻ പോർട്ടൽ ഉണ്ട്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഡാറ്റാബേസസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതൊക്കെ ERP, CRM, RFID ആൻഡ് WMS. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. then എന്തൊക്കെയാണ് ഇത്, നമുക്ക് ആ നേരത്തെ പറഞ്ഞ കുറച്ച് ടേംസ് ഏതൊക്കെയെന്ന് നോക്കാം. ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം കൺസെപ്റ്റ് ആൻഡ് ടെക്നോളജീസ്, EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. എന്താണ്, പ്രൊവൈഡ് റിയൽ ടൈം ഇൻഫർമേഷൻ ഫോർ ഫോർകാസ്റ്റിംഗ് ആൻഡ് മാനുഫാക്ചർ പ്ലാനിങ്. അതായത് എന്താണ്, റിയൽ ടൈമിലുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, എന്തിനൊക്കെ, ഫോർകാസ്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ പ്ലാൻ ചെയ്യാനും. പിന്നെ എന്താണ്, ഇത് ഡെലിവറീസ് എന്താണ് സ്പീഡ് ആക്കുന്നുണ്ട്, ക്വിക്ക് ആക്കുന്നുണ്ട്, അതേപോലെ തന്നെ കസ്റ്റം ഡോക്യുമെന്റ്സിന്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ക്വിക്കാണ്. അതേപോലെ തന്നെ ട്രിഗറിങ് ഓർഡേഴ്സിനെ ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്നു. എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇത് എന്ത് സോഫ്റ്റ്വെയർ ആണ്, റെഡ്യൂസസ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്, നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്, റിലേഷൻഷിപ്പ് വെൻഡേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും വെൻഡേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാനും കൂടി ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. ദെൻ ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എന്താണ്, മാനുഫാക്ചറിങ്, ഫിനാൻഷ്യലി, ഹ്യൂമൻ റിസോഴ്സ് പറഞ്ഞിട്ടുള്ള എല്ലാ ബിസിനസ് ഫംഗ്ഷനും ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഇൻ ടു എ സിംഗിൾ സിസ്റ്റം. അതായത് ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടില്ല, എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ട് ഒരു സിംഗിൾ സിസ്റ്റം വഴി എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പോകാൻ സഹായിക്കുന്നു. ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. എന്താണ്, ആർ സപ്ലൈഡ് ഓൺലി വെൻ നീഡഡ്. എന്താണ്, ആവശ്യമുള്ള സമയത്ത് മാത്രം ആ ഒരു സാധനം പുറത്താക്കുക. അതായത് എന്താണ്, 24-hour നോട്ടീസ് ടു സേവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇപ്പോൾ ഡിമാൻഡിലില്ലാത്ത സാധനം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മാനുഫാക്ചർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ എന്താക്കും, വെയർ ഹൗസിൽ കൊണ്ടുപോയി വെക്കും. അവർ കൊണ്ടുപോയി വെക്കാൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിൽ എന്താണ് അതിന് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ആ ഒരു വെയർ ഹൗസിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഒരു ടാസ്ക് ഉള്ള സമയത്ത് എന്താണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം, ആ ഒരു ടൈമിനനുസരിച്ച് ഒരു 24 hours പിന്നെ നോട്ടീസ് പീരീഡിൽ ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വെയർ ഹൗസിംഗ് കോസ്റ്റും എന്താകും, മിനിമൈസ് ചെയ്യും. എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ലിങ്ക് സപ്ലൈസ് ടു ഫൈനൽ കസ്റ്റമർ യൂസിംഗ് സർവീസസ് ലൈക്ക് റെയിൽ ഓർ സീ ആൻഡ് ടെക്നോളജീസ് ലൈക്ക് സാറ്റലൈറ്റ്സ് ആൻഡ് ബാർകോഡിംഗ്. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഏതൊക്കെ വഴിയാണ്, റെയിലാണോ, സീ ആണോ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി, അല്ലെങ്കിൽ ബാർകോഡിംഗ് വഴി അതിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്നുള്ളതാണ്. ഡാറ്റ മൈനിങ് ആൻഡ് വെയർ ഹൗസിംഗ്. എന്തൊക്കെയാണ്, മൈനിങ് എക്സ്ട്രാ പാറ്റേൺസ് ഫ്രം ലാർജ് ഡാറ്റ സെറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമറിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് ലാർജ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് മൈൻ ചെയ്ത് കുഴിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പറ്റും. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോർ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഫോർ അനാലിസിസ്. എന്താണ്, ഹിസ്റ്റോറിക്കൽ പഴയ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ഹൗസിൽ അതും ഉണ്ടാകും. CRM, കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ്. എന്താണ്, മർജസ് പ്രാക്ടീസസ് ആൻഡ് ടെക്നോളജീസ് ടു മാനേജ് കസ്റ്റമർ ഇന്ററാക്ഷൻ ത്രൂ കോണ്ടാക്ട് സെന്റേഴ്സ്, സോഷ്യൽ മീഡിയ ആൻഡ് മൊബൈൽ ആപ്സ് വഴി, സോഷ്യൽ മീഡിയ വഴി, അതേപോലെ തന്നെ കോണ്ടാക്ട് സെന്റേഴ്സ് വഴി എന്താണ് പ്രാക്ടീസ് ടെക്നോളജി ടു മാനേജ് കസ്റ്റമർ ഇന്ററാക്ഷൻസ് എന്താണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി പ്രാക്ടീസസ് ഒക്കെ മെർജ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്.
then എന്താണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ടെക്നോളജി, എന്താണ് ടെക്നോളജി നോക്കാം. എന്താണ് ബാർകോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഒപ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് പാക്കേജസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ് ഡാറ്റ എൻട്രിന്റെ സ്പീഡ് ആൻഡ് അക്യൂറസി ആക്കും. നമുക്കറിയാം ഒരു സ്കാനർമേ നമ്മൾ എന്താണ് ആ ഒരു ബാർകോഡ് പ്രസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും ആ ഒരു ഡാറ്റേന്റെ എൻട്രി അവിടെ ഇംപ്രൂവ് ചെയ്യാണ്, സ്പീഡാണ്, ദെൻ അക്യൂറേറ്റ് ആണ്. പിന്നെ എന്താണ് ഹ്യൂമൺ ആയിട്ട് ഉണ്ടാക്കുന്ന എററുകൾ, തെറ്റുകളൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 0 ലെവൽ വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സ്കാനേഴ്സ്, ലേസർ സ്കാനേഴ്സ്, ഇന്റൻസീവ് പിക്ചേഴ്സ് ഫോർ മൂവിങ് പാക്കേജസ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ജപ്പാനിയൻ ടെക്നോളജീസിലൊക്കെ ഉണ്ട്, നമുക്ക് നമ്മളെ കാർട്ടിലുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒരു ലേസറിന്റെ അടിയിൽ കൂടെ പോയാൽ തന്നെ അത് ഫുള്ള് ബില്ല് ചെയ്ത് അല്ലെങ്കിൽ എൻട്രി ആയി പോകുക എന്നുള്ളത്. എന്താണ് RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. എന്തൊക്കെയാണ് സ്മാർട്ട് ടാഗ്സ്, നമ്മൾ ടാഗ് ഒക്കെ ഉണ്ടാകുമല്ലോ, ഇന്റർണൽ ബാറ്ററി, ലോങ് റേഞ്ച്, പാസീവ്, നോ ബാറ്ററി, എക്കണോമിക്കൽ. ദെൻ ലോജിസ്റ്റിക്സ് ലേബൽസ് യൂസ് ഹ്യൂമൻ റീഡബിൾ ടെക്സ്റ്റ് ആൻഡ് ബാർകോഡ്സ് ലൈക്ക് SSCC ടു ട്രേസ് ഫിസിക്കൽ പാത്ത് ഓഫ് പാക്കേജസ് ത്രൂ സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ പാത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് ലോജിസ്റ്റിക്സ് ലേബൽസ് ഉള്ളത്. എന്നാൽ RFID എന്താണ്, നമുക്ക് ടാഗ്സ് ഉണ്ടാകും, നമുക്ക് സുഡിയോ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടാഗ്. ദെൻ QR കോഡ്, 2D മെട്രിക്സ് ബാർകോഡ് വിത്ത് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ഫാസ്റ്റ് റീഡബിലിറ്റി. ജസ്റ്റ് നമ്മൾ QR കോഡാണ്. ദെൻ ഫാസ്റ്റ് ടാഗ്, നമ്മൾ ടോൾ പ്ലാസ ഒക്കെ നമുക്ക് കാറുമ്മലൊക്കെ ഒട്ടിച്ചു വെക്കും, ട്രക്കുമ്മലൊക്കെ ഫാസ്റ്റ് ടാഗ്. ജസ്റ്റ് ആ ഒരു ടാഗ് ഒന്ന് സ്കാൻ ചെയ്ത് പോകുന്ന, നമ്മൾ ചിലപ്പോൾ വണ്ടി നിർത്തേണ്ട ആവശ്യം കൂടി വരുന്നില്ല. അപ്പം എന്താണ് അതിനനുസരിച്ചിട്ട് ആ ഒരു ടാഗ് വന്ന് എന്താണ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്, ടോൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇനേബിൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഫോക്കസിങ് ഇൻഫർമേഷൻ ടെക്നോളജി ടു അക്വയർ, പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ ഗുഡ്സ് എഫിഷ്യൻലി വെൽ റെഡ്യൂസിങ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ബൈ ഐഡന്റിഫൈ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. വാല്യൂ ആഡഡ് അല്ലാത്ത ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് അർത്ഥം വെക്കുന്നത്.